നമസ്കാരം. പ്രളയ ദുരിതാശ്വാസ പ്രവർത്തനത്തിനെത്തിയ വാഹനത്തിന് പിഴ ചുമത്തിയെന്ന കാരണത്താൽ മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥനെ സസ്പെൻഡ് ചെയ്തു. അടൂർ MVD സ്ക്വാഡ് ഉദ്യോഗസ്ഥൻ ലൈജുവിനെയാണ് സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. ആറന്മുള MLA അബിൻ വർക്കി ഗതാഗത മന്ത്രിയോട് പരാതിപ്പെട്ടതിന് പിന്നാലെയാണ് നടപടിയെന്നാണ് റിപ്പോർട്ടുകൾ. പ്രളയബാധിതരെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് എത്തിക്കാനാണ് ആറന്മുളയിൽ ഓഫ് റോഡ് വാഹനം കൊണ്ടുവന്നതെന്ന് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പറയുന്നു. മെഴുവേലി സ്വദേശിയായ വാഹന ഉടമയ്ക്കാണ് MVD പിഴ ചുമത്തിയത്. ശക്തമായ പരാതി ഉയർന്നതോടെയാണ് ഉദ്യോഗസ്ഥനെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. പ്രളയബാധിത പ്രദേശങ്ങളിൽ ഒറ്റപ്പെട്ടു പോയ ജനങ്ങളെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റിപ്പാർപ്പിക്കുന്നതിനായിട്ടായിരുന്നു അമൽ വിദ്വാന്റെ ഉടമസ്ഥതയിലുള്ള ദാർ മോഡൽ വാഹനം ആറന്മുളയിലേക്ക് കൊണ്ടുവന്നത്. പ്രകൃതി ദുരന്തത്തിന്റെ അടിയന്തര ഘട്ടത്തിൽ ജീവൻ രക്ഷാ പ്രവർത്തനങ്ങൾക്കെത്തിയ വാഹനത്തിന് പിഴ ചുമത്തിയത് നീതികേടാണെന്നായിരുന്നു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ വാദം. വാഹന ഉടമയ്ക്ക് പിഴ ചുമത്തിയ വാർത്ത പരന്നതോടെ ശക്തമായ പ്രതിഷേധവുമായി യൂത്ത് കോൺഗ്രസ് രംഗത്തെത്തുകയായിരുന്നു. ഇതിനെ തുടർന്നാണ് പരാതി നൽകിയത്. എന്നാൽ ആറന്മുളയിലെ ദുരിതാശ്വാസ പ്രവർത്തനത്തിനിടയിലല്ല, അടൂരിൽ വെച്ചാണ് പിഴ ചുമത്തിയതെന്നാണ് ഉദ്യോഗസ്ഥരുടെ വിശദീകരണം. ജീപ്പിന് മുന്നിലെ ആഡംബര ലൈറ്റുകൾക്ക് 5200 രൂപയാണ് പിഴ ഈടാക്കിയത്. ആ വാഹനം അടിമുടി നിയമം ലംഘിച്ചാണ് എത്തിയതെന്നുമാണ് ഉദ്യോഗസ്ഥർ പറയുന്നത്. പിഴയിട്ടതോടെ MLAയുടെ നിർദ്ദേശപ്രകാരം യൂത്ത് കോൺഗ്രസ് പിഴത്തുക അടച്ചു. അടൂർ ടൗണിലൂടെ പട്ടാപ്പകൽ മഞ്ഞ ലൈറ്റുകളും തെളിച്ചു വന്നപ്പോഴാണ് MVD വാഹനം തടഞ്ഞത്. ഈ വാഹനത്തിൽ അടിമുടി നിയമലംഘനമാണ് ഉണ്ടായിരുന്നത്. വൻതുക പിഴ ഈടാക്കേണ്ടതാണ്. എന്നിട്ടും 7000 രൂപ മാത്രമാണ് നിലവിൽ പിഴ ചുമത്തിയത്. ഇതിൽ 2000 രൂപ പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ് ഇല്ലാത്തതിൻ്റെ പേരിലായിരുന്നു. ഉടൻ തന്നെ പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ് എടുത്തുകൊണ്ടുവന്ന് ഹാജരാക്കിയതിനാൽ അതിനുള്ള പിഴത്തുക 250 രൂപയായി കുറച്ചു. ആകെ 5250 രൂപയാണ് പിഴ കിട്ടത്. അത്തരത്തിൽ അടിമുടി നിയമലംഘനം നടത്തിയ ഒരു വാഹനത്തിനാണ് ഉദ്യോഗസ്ഥർ പിഴ ചുമത്തിയിരിക്കുന്നത്. മാത്രമല്ല, റീല് ചിത്രീകരണത്തിനായിട്ടായിരുന്നു ഇയാൾ പ്രദേശത്തെത്തിയത്. ഇതിന്റെ തലേ ദിവസമാണ് ഇയാൾ രക്ഷാപ്രവർത്തനത്തിന്റെ ഭാഗമായത്. ഹൈക്കോടതി നിർദ്ദേശപ്രകാരമുള്ള പിഴയാണ് ഈടാക്കേണ്ടിയിരുന്നത്. അങ്ങനെ വന്നാൽ വാഹനത്തിന് മൊത്തം 500,000 രൂപ പിഴ ഈടാക്കണമായിരുന്നു. 4 അലോയ് വീലുകൾക്ക് 20,000 രൂപയാണ് പിഴ. 6ഓളം മഞ്ഞ ലൈറ്റുകൾ ഉണ്ടായിരുന്നു. ഇതും നിയമവിരുദ്ധമാണ്. 30,000 രൂപ ഇതിന് പിഴയിടേണ്ടതായിരുന്നു. എന്നിട്ടും കുറഞ്ഞ തുകയാണ് ഉദ്യോഗസ്ഥർ ചുമത്തിയത്. ആറന്മുളയിൽ പ്രളയ രക്ഷാപ്രവർത്തനത്തിൽ ഈ വാഹനം പങ്കെടുത്തിരുന്നു. പക്ഷേ നിയമവിരുദ്ധമായ മോഡിഫിക്കേഷൻ അതിൻ്റെ പേരിൽ ഒഴിവാക്കാൻ കഴിയില്ല. ഹൈക്കോടതി നിർദ്ദേശങ്ങൾ ലംഘിച്ചതിനാണ് പിഴയിട്ടത്. വാഹനത്തിന് പിഴയിട്ടതിന് പിന്നാലെ പിഴത്തുക നൽകാൻ യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റും മെഴുവേലി പഞ്ചായത്ത് പ്രസിഡന്റുമായ നെജോ മോനോട് ആറന്മുള MLA അബിൻ വർക്കി ആവശ്യപ്പെട്ടിരുന്നു. അതേസമയം തന്റെ ജോലി കൃത്യമായി ചെയ്തതിന്റെ പേരിൽ അടൂർ MVD ലൈജുവിനെ സസ്പെൻഡ് ചെയ്ത സംഭവം ഉദ്യോഗസ്ഥരുടെ അസംതൃപ്തിക്കും കാരണമായിട്ടുണ്ട്. സോഷ്യൽ മീഡിയ പ്രതിഷേധങ്ങളുടെയും രാഷ്ട്രീയ ഇടപെടലിന്റെയും പേരിലാണ് സസ്പെൻഷൻ എന്നാണ് ഉയരുന്ന പ്രധാന വിമർശനം. സോഷ്യൽ മീഡിയയിലെ വ്യാജ പ്രചാരണങ്ങൾക്കും രാഷ്ട്രീയക്കാരുടെ അനാവശ്യ ഇടപെടലുകൾക്കും വഴങ്ങി ഉദ്യോഗസ്ഥരെ ബലിയാടാക്കുന്നത് തെറ്റായ സന്ദേശം നൽകുമെന്നും ചില കോണുകളിൽ നിന്നും വിമർശനം ഉയരുന്നു. കൃത്യമായി ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥരുടെ മനോവീര്യം തകർക്കുന്ന ഇത്തരം തീരുമാനങ്ങൾ പുനഃപരിശോധിക്കണമെന്ന ആവശ്യവും ഉയരുകയാണ്. വരും ദിവസങ്ങളിൽ എന്തായാലും ഈ സംഭവം വലിയ ചർച്ചകൾക്ക് വഴിവെക്കുന്ന കാര്യം ഉറപ്പാണ്. ഇതിനിടെ എന്താണ് ശരിക്കും സംഭവിച്ചതെന്ന് മനസ്സിലാക്കാതെ പലരും MVDയുടെ സോഷ്യൽ മീഡിയ പേജിൽ പോയി കമന്റുകളിട്ടും ഉദ്യോഗസ്ഥർക്കെതിരെ രംഗത്തെത്തിയിട്ടുണ്ട്. രക്ഷാപ്രവർത്തനത്തിനെത്തിയ വാഹനത്തിന് പിഴ ചുമത്തിയതിന് ഉദ്യോഗസ്ഥന് സസ്പെൻഡ് കിട്ടിയതിനെക്കുറിച്ച് 2 വാക്ക് പറയൂ MVD മാമ. ആരുടെ ഭാഗത്താണ് ശരി? എന്തായാലും ഈ പേജിൽ നിന്ന് വരുമാനം കിട്ടുന്നതല്ലേ? ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൂടി ജനങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കൂ. ഇത്രയും വൃത്തികെട്ട ഡിപ്പാർട്ട്മെന്റ് കഷ്ടം. വെള്ളത്തിൽ മുങ്ങിക്കിടക്കുമ്പോൾ രക്ഷിക്കാൻ വന്നവന് തന്നെ പിഴയിടാൻ കാണിച്ച മനസ്സേ. ഇങ്ങനെ പോകുന്നു അത്തരക്കാരുടെ വിമർശനം. പക്ഷേ യാഥാർത്ഥ്യം മറ്റൊന്നാണ്.